അടിച്ചു പാമ്പായി വണ്ടി ഓടിച്ച് അപകടമുണ്ടാക്കിയത് കാരിത്താസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ജോയ്സ് നന്ദികുന്നേൽ പാതിരി. പെരുമ്പാവൂർ റൂട്ടിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഒരു ഗ്രേ കളറുള്ള KL05AX 9173 എർട്ടിക വരുന്നത് കണ്ട് റോഡിൽ കൂടി നിന്നവർ ജീവനും കൊണ്ടോടി. ആ വണ്ടിയുടെ പോക്ക് കണ്ട് പന്തുകേട് തോന്നി രണ്ട് ചെറുപ്പക്കാർ കാറുമെടുത്ത് ആ വണ്ടിയുടെ പിന്നാലെ പാഞ്ഞു. മുന്നിൽ പോകുന്ന വണ്ടിയുടെ പോക്ക് കണ്ട് അവർ പലപ്പോഴും തലയ്ക്ക് കൈവച്ച് അലറി വിളിച്ചു. തലനാരിഴയ്ക്കാണ് കാൽനടക്കാരും സ്കൂട്ടർ യാത്രക്കാരും ഒക്കെ ആ കാറിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. നമുക്ക് ആ കാർ യാത്ര ഒന്ന് കാണാം. സീറ്റിന് ഇങ്ങനെ ഇരിക്കുന്നേ നല്ലൊരു വണ്ടിക്കാരനാണ്, നല്ലൊരു കാർ. ഇങ്ങനെ ഇരിക്കണം നോക്കി കിടക്കുകയാണ്. വണ്ടി തന്നെയാണല്ലോ. ലൈവായിട്ടൊരു ആക്സിഡന്റ് ഇപ്പൊ കാണാൻ പോയി പെണ്ണിടിക്കുവോ? പിടിക്കോ? അവൻ കൊണ്ടിടിച്ചല്ല മുഖത്തോട് നമ്മളെ തോന്നുന്നു. ആ ബൈക്കാരൻ അതാണ് കുറെ പോണെ. ഓണടിക്ക് അവൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ വീട്ടിൽ പോയി കയറി. അവൻ എങ്ങനെ ഓണടി സ്പീഡിൽ പോ. പറഞ്ഞല്ലേ നന്നായി വിടുന്നു. കണ്ടാലും എത്ര 1000 രൂപ പോകുന്നുണ്ട്. അവർക്ക് കാണിച്ചു കൊടുക്കാം. വീഡിയോ പോലീസുകാരൊന്ന് ഷെയർ ചെയ്തിട്ട് പോലോ. വെള്ളത്തിലായിരുന്നു. എന്താ ഞങ്ങൾ പുറകെ തന്നെ വീഡിയോ എടുത്തോണ്ട് പുറകെ വരികയായിരുന്നു. വാ ഇടിച്ചിട്ട് അതിന് ബോധമൊന്നുമില്ല. നല്ല വെള്ളത്തിലാണ്. ഓഫാണെന്നറിയില്ല. അവിടെ മുതലേ ഞങ്ങൾ ഡൗട്ട് ഉണ്ട്. ഒന്ന് നിന്നിപ്പോ വണ്ടി ഓഫായിട്ടില്ല. വെള്ളം കത്തും പിടിക്കാന്നോ? ലൈൻ ഓഫ് ആയെന്നറിയില്ല. ആ പള്ളിയിലെ അച്ഛനാന്ന് പറഞ്ഞ മദ്യക്കുപ്പിയൊക്കെ എടുക്കണം. വെള്ളം അടിച്ച് കിണ്ടരാന്ന് പറഞ്ഞു. ആദ്യം ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടു.
പിന്നീട് സ്വല്പദൂരം മുന്നോട്ട് പോയി ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ പോയി ഇടിച്ച് പോസ്റ്റ് അടക്കം ഇടിച്ച് മറിച്ചു നിന്നു. സ്കൂൾ വിട്ടുവരികയായിരുന്ന കുട്ടികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പൊട്ടിവീണ ഇലക്ട്രിക് കമ്പിയിൽ നിന്നും ഷോക്കേൽക്കാതെ നാട്ടുകാരും സ്കൂൾ കുട്ടികളും കാർ ഡ്രൈവറും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഈ കാണുന്ന മദ്യക്കുപ്പി നാട്ടുകാർ വണ്ടിക്കുള്ളിൽ നിന്നും കണ്ടെടുത്തതാണ്. കാർ ഡ്രൈവർക്ക് ലഹരി കൊണ്ട് കാല് നിലത്ത് പോലും ഉറയ്ക്കുമായിരുന്നില്ല. പെരുമ്പാവൂർ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കർത്താവ് പിടിക്കലാണ് ഈ അപകടം ഇന്നുണ്ടായത്. അടിച്ചു പാമ്പായി വെട്ടിവെട്ടിപ്പോകുന്ന ഈ കാറിന്റെ വീഡിയോ പുറത്തു വന്നെങ്കിലും ആർക്കും ഈ വണ്ടി ഓടിച്ചത് ആരാണെന്ന് അറിയില്ലായിരുന്നു. അറിഞ്ഞവർ മിണ്ടിയുമില്ല. ഞാനൊരു കത്തോലിക്ക പുരോഹിതനാണെന്നും എന്നെ രക്ഷിക്കണമെന്നും പറയുന്നത് അവിടെ കൂടി നിന്ന് ചിലർ കേട്ടു. ഇപ്രകാരം ചില സൂചനകളും ഞങ്ങൾക്ക് അവിടെ കൂടിയ ഒരാളുടെ കയ്യിൽ നിന്നും ലഭിച്ചതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ വണ്ടി ഓടിച്ച പാതിരിപ്പാമ്പ് ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. നമ്പർ വെച്ച് സെർച്ച് ചെയ്തപ്പോൾ പോലും കൃത്യമായ വിവരം കിട്ടിയില്ല. ആ പാമ്പായ പാതിരിയുടെ പേരാണ് ജോയ്സ് നന്ദികുന്നേൽ പാതിരി. ആള് ചില്ലറക്കാരനല്ല കേട്ടോ. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിന്റെ ജോയിന്റ് ഡയറക്ടറാണ്. അങ്ങനെ പാതിരി പാമ്പ് എന്ന് ഞാൻ ഉപയോഗിച്ച പദം യാഥാർത്ഥ്യമായി. മദ്യലഹരിയിൽ വണ്ടി ഓടിച്ച് ഇടിച്ച് അബോധാവസ്ഥയിലായിരുന്ന പാതിരിയെ നാണം കെടാതെ രക്ഷപ്പെടുവാൻ പോലീസ് അടക്കം സഹായിച്ചു. ഈ വീഡിയോ നാട്ടുകാർ പോലീസിന് അയച്ചു കൊടുത്തിട്ടും മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചതെന്ന് ഉറപ്പായിരുന്നിട്ടും ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും ഈ പാതിരിയെ താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാതെ മെഡിക്കൽ എടുപ്പിക്കാതെ അടുത്തുണ്ടായിരുന്ന ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടുകയും ചെയ്തു. ഈ അപകടം നടന്ന് മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ വൈകിട്ട് ഏതാണ്ട് 9 മണിയോടുകൂടി വിളിച്ചപ്പോൾ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിൽ നിന്നും ലഭിച്ച മറുപടി കേൾക്കുക. നമസ്കാരം സാർ, സുനില വിളിക്കുന്നേ. അന്നേരം നമ്മുടെ ഇന്ന് മറ്റേ കർത്താവുംപടിയിൽ ഉണ്ടായ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നല്ലോ മറ്റേ. അതെ, എങ്ങനെയുണ്ട്? പുള്ളിക്ക് ഗുരുതരമായ പരിക്ക് ഉണ്ടായിരുന്നോ? ഉദ്ദേശിക്കണേ ഒരു ആർട്ടിയ ഉണ്ടായിരുന്നു, ഒരു മറ്റേ ഫാദർ ജോയ്സ്. അത് കേസെടുത്തിട്ടൊന്നുമില്ല. കേസെടുത്തിട്ടില്ല? ഓ, എഫ്ഐആർ ഒന്നും ആയിട്ടില്ല അല്ലേ? ഇല്ലില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന ഫാദർ ജോയ്സ് അല്ലേ? മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അന്നേരം മെഡിക്കലൊന്നും എടുത്തില്ല എന്നിട്ട്? അതെ, അത് കേസ് എടുത്തിട്ടില്ല. അവിടെ എന്റെ കേസ് മെഡിക്കൽ എടുക്കുള്ളൂ. അപ്പോൾ പോലും കേസെടുത്തിട്ടില്ല. എടുക്കുവാനുള്ള യാതൊരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഈ വണ്ടി ഓടിച്ചത് ജോയ്സ് പാതിരിയാണെന്ന് ഉറപ്പിക്കുവാൻ പറ്റുന്ന യാതൊരു തെളിവുകൾ പോലും സത്യം പറഞ്ഞാൽ അവിടെ നിന്നും ലഭിച്ചില്ല. ചെറിയൊരു അടപെടുത്ത് ഞങ്ങൾ കാരിത്താസ് ഹോസ്പിറ്റലിൽ വിളിച്ചത് കേൾക്കുക. കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. If you know the extension number, dial the extension or wait for the operator. Extension number അറിയാമെങ്കിൽ ഡയൽ ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പറേറ്റർക്കായി കാത്തിരിക്കുക. സർ പറഞ്ഞോളൂ. നമ്മുടെ ജോയ്സ് അച്ഛന്റെ അവിടെ എത്തിയോ? മറ്റൊരു ആക്സിഡന്റ് ഉണ്ടായി. അയ്യോ സാർ, ഞാൻ കാഷ്വാലിറ്റി പിആർഒയുടെ നമ്പർ തരാം. ഇത് അപ്പോയിന്റ്മെന്റ് സെക്ഷൻ ആണ്, അങ്ങോട്ട് വിളിക്കാവോ സർ? ഒന്ന് പിആർഒക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. കണക്ട്. ഗുഡ് ഈവനിങ് സർ, പിആർഒ ആണേ. ഗുഡ് ഈവനിങ്. നമ്മുടെ ജോയ്സ് അച്ഛൻ എങ്ങനെയുണ്ട്? അയ്യോ ഒരു സെക്കൻഡേ, ഞാനിപ്പോ ഡ്യൂട്ടിയിൽ വന്നിട്ടേ ഉള്ളൂ. കണക്ഷൻ അറിയത്തില്ല. ഞാനൊന്ന് ഈവനിംഗിൽ ആളിനെ കൊടുക്കാം. അച്ഛന് കുഴപ്പമൊന്നുമില്ല. ഞാനാ പുള്ളിയെ ഒന്ന് അവിടുന്ന് എസ്കേപ്പ് ആക്കി വിട്ടതേ. അന്നേരം എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. ഇല്ല, പ്രശ്നമൊന്നുമില്ല. ആൾ ഓക്കെയാണ്. സാൻജോസിൽ നിന്ന് അവിടുന്ന് ഡിസ്ചാർജ് ആയി പോകുന്നല്ലോ അല്ലേ? അതോടെ സാൻജോസിലാണ്? അവിടെ ഉണ്ടോ? അവിടെ ഇല്ല, അവിടുന്ന് ഡിസ്ചാർജ് ആയി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഒബ്സർവേഷനിലാ. എനിക്ക് പുള്ളിയോട് നമ്പർ മേടിക്കാൻ പറ്റില്ല. അവിടുന്ന് എസ്കേപ്പ് ആക്കി വിട്ടപ്പോഴത്തേക്കും അന്നേരത്തേക്കും ഞാൻ ഒന്ന് വിളിച്ചു നോക്കുമായിരുന്നു. എങ്ങനെയുണ്ട്? ഫോണൊന്നും കയ്യിലില്ല. ഫോണൊന്നും ഇല്ല. സ്വിച്ച് ഓഫ്. പ്രത്യേകം ശ്രദ്ധിക്കണം, മറ്റേ ഇതാകാതെ. തലനാരൊക്കെ രക്ഷപ്പെട്ടത്. ആ വീഡിയോ ഒക്കെ ഇറങ്ങിയത് കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ അറിഞ്ഞോ? ഞാനീ കുറച്ച് മുമ്പ് ആക്സിഡന്റ് മാത്രം നമ്മൾ ഇപ്പം കെട്ടിറങ്ങിയോ? ഫിറ്റ് നോർമലായോ? ചിരിക്കുന്നൊക്കെ ഉണ്ട്. ആണോ? മറ്റേ കുപ്പിയൊക്കെ നാട്ടുകാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പണിയാകുന്നത്. ഇവിടെ സ്റ്റേഷനിൽ വരുമോന്ന് അറിയില്ല ഇനി. ആക്സിഡന്റ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഇഞ്ചുറി എങ്ങനെയുണ്ട്? ഇഞ്ചുറി എങ്ങനെ? ഹെഡ് ഇഞ്ചുറി വല്ലതും ഉണ്ടോ? ഇല്ല, ഇഞ്ചുറി ഒന്നും ഇല്ല. ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഒബ്സർവേഷൻ. എവിടെ? കാഷ്വാലിറ്റിയിലാണോ? എവിടെ ഒബ്സർവേഷൻ? ഇല്ല, കാഷ്വാലിറ്റി ജസ്റ്റ് ഒന്ന് വന്നത്. പിന്നെ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് വേറെ ഇഞ്ചുറികളോ കാര്യങ്ങളോ ഒന്നുമില്ല. പുള്ളി പറഞ്ഞത് പുള്ളി എന്താ അസിസ്റ്റന്റ് ഡയറക്ടറോ എന്തോ? പുള്ളിയുടെ പൊസിഷൻ എന്തോ ഹോസ്പിറ്റലിലെ? അസിസ്റ്റന്റ് ഡയറക്ടർ ജോയ്സ് നന്ദികുന്നേൽ. എന്റെ പേര് മാത്യു.
നമ്മളുടെ ഞാൻ കുറുപ്പടിന്നാ. ആണോ? അല്ല, ഏത് സ്റ്റേഷന്റെ പരിധിയിലത്? കുറുപ്പുംപടി കുറുപ്പടി സ്റ്റേഷൻ. അത് ഏതായി? പെരുമ്പാവൂർ. അപ്പൊ പുള്ളിക്കാരെ എവിടേക്ക് പോവായിരുന്നു പുള്ളി? ഒന്നും അറിയത്തില്ല. അപ്പൊ പുള്ളിയുടെയും കൊടുക്കാൻ പറ്റുമോ ഒന്ന്? അല്ലല്ല, പുള്ളിയിൽ കോളൊന്നും ഇല്ല. എന്റെ പേര് സുനിൽ മാത്യു, I2I ന്യൂസ്. സുനിൽ മാത്യു അല്ലേ? ആ ആ അതെ അതെ. എന്നാലും അച്ഛനോടൊന്ന് പറയണം, വെള്ളം അടിക്കാതൊക്കെ വണ്ടി ഓടിക്കാൻ പറയണം. മനസ്സിലായില്ലേ? എത്ര പാവപ്പെട്ടവന്റെ ഒക്കെ ജീവൻ പോകണ്ടായിരുന്നു. ബൈക്കുകാരനെ ഇടിച്ചു തകർത്ത് തലനാരൊക്കെ രക്ഷപ്പെട്ടു. കുറുവാനെ കളിക്കാനുള്ളതല്ലേ, പറയണം പ്രത്യേകം. സഹോദരന്റെ പേരെന്താ? PR-ഓ? ധൈര്യമായിട്ട് പറഞ്ഞു. ഏതായാലും ഇത്രയും പറഞ്ഞു. കേട്ടല്ലോ, വളരെ ഗുരുതരമായ അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മദ്യലഹരിയിലായിരുന്ന ജോയിസ് പാദ്രിയെ രക്ഷപ്പെടുവാൻ പോലീസ് അനുവദിച്ചു, മെഡിക്കൽ എടുത്തില്ല. സഭയുടെ കാരിത്താസ് ആശുപത്രിയിൽ എത്തിച്ച് മദ്യം നിർവീര്യമാക്കുവാനുള്ള മരുന്ന് നൽകി. ഒരുപക്ഷെ ഞങ്ങളുടെ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് മെഡിക്കൽ എടുത്താൽ രക്തത്തിൽ മദ്യത്തിന്റെ സാമീപ്യം കണ്ടെത്തുവാൻ സാധിക്കില്ല. പാതിരിക്ക് രക്ഷപ്പെടുവാനുള്ള ആ പഴുത് അങ്ങനെ പോലീസ് തന്നെ ഒരുക്കി കൊടുത്തു. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. പാതിരിപ്പാമ്പുകളും ബിഷപ്പുമാരും എന്ത് തരവഴികൾ കാണിച്ചാലും എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്നതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ബോധം തെളിയുമ്പോൾ പാതിരി ഒരുപക്ഷെ പറയുമായിരിക്കും, ഓ, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന്. കുർബാന കളിക്കുന്ന പാതിരിയായതുകൊണ്ട് ഒരു പോറല് പോലും പറ്റിയില്ല എന്ന് കുഞ്ഞാടുകൾ കുരിശു വരച്ചുകൊണ്ട് പറയുകയും ചെയ്യും. എന്താ അല്ലേ? അടിച്ച സാധനം കണ്ടോ? പരിശുദ്ധമായ വിദേശിയാണ് സെയിന്റ് റെമി. ഇവനൊക്കെയാണ് കുർബാന കളിച്ച് പരിശുദ്ധാത്മാവിനെ അപ്പത്തിൽ ആവസിപ്പിക്കുന്ന മോന്റെ മോന്മാർ. I2I News, an eye for truth. I2I News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.